മോനെ ഇതോ നീ എന്തിനാടാ? ഞാൻ അങ്ങോട്ട് വരില്ല. ഞാൻ ഇവിടെ നിർത്തി എന്തിനാ നീ? അങ്ങോട്ട് വരാൻ നിങ്ങളുടെ ബന്ധുക്കളാരും ഇല്ലല്ലോ അവിടെ. ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അത് തന്നെ ആൾക്കാരെ കൊണ്ട് അത് അപ്പനെ നിനക്ക് വേണ്ട. നീ പഴയതൊന്നും പറഞ്ഞിട്ടില്ല. ക്ലീറ്റോയ്ക്ക് പാലായിട്ടുള്ള ബന്ധമൊക്കെ അവസാനിച്ചു. ഇനി അത് പുതുക്കാനും താല്പര്യമില്ല. അപ്പൻ എപ്പോഴും മറന്നു. അതെ, കൂടുതൽ കഥ കേൾക്കാൻ എനിക്ക് സമയമില്ല. ഒരുപാട് തിരക്കുണ്ട്. വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് അപ്പോഴങ്ങോട്ട് പോവാം. അല്ലേ, ഞാൻ ഒരാഴ്ചയായി ഉറങ്ങിയിട്ട്. മനസ്സിലായ? ഇന്നോ നാളെ കുഴിയിലേക്ക് കാലിട്ടിരിക്കണം. ഞാൻ പോകുമ്പോൾ നീ അന്ന് മനസ്സിലാവും ഈ അപ്പൻ്റെ വില. ആ പറയട്ടെ, ASI പരിമോൻ തെണ്ടി ആ നാറി ഒരാഴ്ച എന്ന് പറഞ്ഞ് വന്നതാണ്. 3 മാസമായി. അതിനിടയ്ക്ക് നമ്മളൊരു ചേർച്ച. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നിന്റെ അമ്മക്കൊരു കൂരുണ്ടായത് കാരണം അവിടെ ചുരുണ്ടുകൂടി, അല്ലെങ്കിൽ പെരുവഴിയിലായാലേ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാനിത് കുറച്ച് മുമ്പേ പ്രതീക്ഷിച്ചതാ. ഇച്ചിരി വൈകി പോയി എന്നുള്ളതേ ഉള്ളൂ. എന്തിനാ പോലെ ശവത്തെ കുത്തണം. പറയട്ടെ, അവൾ നമ്മുടെ മോളെ കയ്യിലെടുത്ത് ഇപ്പം അത് വിൽക്കണമെന്ന് പറയണം. അതെ, ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ കുടുംബക്കാർ തമ്മിലുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾ തമ്മിലങ്ങ് തീർത്താൽ പോരെ. എന്നെങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് വലിച്ചെടുക്കുന്നത്? ഞാൻ വരാം കേട്ടാ, ഞാൻ പോരാ. അതെ, പറഞ്ഞേക്കില്ലപ്പാ. നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. അല്ല, കുറെ വർഷം മുമ്പുള്ള കാര്യമൊന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ലല്ലോ. ഞാൻ ആ തങ്കത്തിനെ വിളിച്ച് അവിടെ കയറി വന്നപ്പോൾ ഈ പറയുന്ന മണിമോൻ എന്ന് പറയുന്ന ആ അവനും നിങ്ങളും കൂടെ ചേർന്നാണ് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. ഈ പടി ചവിട്ടരുതെന്ന് പറഞ്ഞത്. അതോടെ തീർന്ന് ക്ലീറ്റസിനെല്ലാം. ഇനി ക്ലീറ്റസിന് അങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല. മറക്ക് മോനെ, മറക്ക്. നീ അവിടെ നിന്ന് വന്ന് താമസിക്കും. എന്തിന്? അവനത് വിൽക്കണമെന്നോ അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതി കൊടുക്ക്. നേരത്തെ എഴുതി കൊടുത്താലും വിറ്റ് തുലച്ചല്ലോ. ഇനി ഇതും കൂടെ അങ്ങ് വിൽക്കട്ടെ. ഞാൻ പറയണത് നിനക്ക് പിന്നെ ഞാൻ ചത്ത് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലാവണ്ട? അവർ നിർബന്ധിച്ചാൽ ഞാൻ എഴുതി കൊടുക്കേണ്ടി വരും. എഴുതി കൊടുത്തോ? ഇനിയിപ്പോൾ അതും കൂടെ അല്ലേ ഉള്ളൂ. അതും കൂടെ വിറ്റ് മൂടിച്ച് നിങ്ങൾ കിടക്കണം. അതും കൂടെ എഴുതി വാങ്ങിയിട്ട് നിങ്ങൾ പെരുവഴിയിലാവണം. അതും കൂടെ എനിക്ക് കാണണം. എൻ്റെ കർത്താവേ, നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല മോനെ. അല്ല, ഇനിയിപ്പോൾ എന്തിനാണ് അതിനായിട്ട് മടിക്കണേ? ബാക്കിയുള്ളതെല്ലാം വിറ്റ് തുലച്ചല്ലോ. ഇനി ഇതും കൂടെ അവൻ വിറ്റ് തുലക്കട്ടെ. അങ്ങ് വിറ്റ് കൊടുക്ക്. ആളില്ലെങ്കിൽ ഞാൻ ശരിയാക്കി തരാം വിൽക്കാൻ. മോനെ, ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. എൻ്റെ കാലശേഷം നിനക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഓർമ്മ വേണം. നിനക്കൊരു പെങ്കൊച്ചാണ്, ഓർമ്മ വേണം. എൻ്റെ പൊങ്കച്ചിന് നിങ്ങളുടെ ഒന്നും വേണ്ടായേ. അവളെ ഞാൻ അന്തസ്സായിട്ട് വളർത്തുന്നുണ്ട് കേട്ടോ. എന്താ ഈ കാണിക്കണേ? അത് വരല് പിടിച്ച് വലിക്കുക. അത് ഇളക്കാൻ പാടില്ല. അത് ഏതെങ്കിലും ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവര് ഇത് അറുത്ത് തരില്ല. എൻ്റെ അമ്മാവ ഈ കുരുമുളക് ഇറക്കാൻ വേണ്ടി അമ്മാവൻ തന്നെ വലിഞ്ഞു കയറി തന്നിന്. എടാ, എല്ലാ കൊല്ലം ഞാൻ തന്നെയല്ലേ കയറാറ്. കൊല്ലം കൂടുമ്പോ മനുഷ്യന്റെ വയസ്സും കൂടുണ്ട്. അല്ലാതെ 40 വയസ്സൊന്നും അല്ല ഇപ്പൊ. നീ ഇത് എന്താറിഞ്ഞിട്ടാ പറഞ്ഞത്? ആകെ 2 നാഴി കുരുമുളക കിട്ടുക. അതിനൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ 750 റുപ്യ കൊടുക്കണം. ഇജ്ജ് കൊടുക്കോ? ഇപ്പൊ എത്ര ചെലവായി? എത്ര ചെലവായി? ഇനി എഴുന്നേറ്റ് നടക്കണമെങ്കിൽ എത്ര ചെലവാവും? എത്ര ദിവസം ഇടണ ഈ മരുന്നിന്? ഇത് തൈലാണ്. ഇത് ഒരു 2 ദിവസം തേച്ചിട്ട് ഇളകാതിരുന്ന ഒറ്റ നാറിട്ടതിനുള്ളിൽ കയറാൻ ഈ പെണ്ണത്തൈലത്തിന്റെ ഇതിന്റെ ഒക്കെ മാറ്റം അല്ലേ? ഒരു പ്രത്യേക രസമുള്ള തൈല. അത് കുടിച്ചോ, ബോധം വെക്കട്ടെ. ഒരു കാര്യമില്ലാതെ. ക്ലീറ്റസ് അവിടെ നിന്നിട്ട് ക്ലീറ്റസ് ആരുടെ ഫോൺ വന്നിട്ട് പോയി. ഈ പെണ്ണിന്റെ എന്റെ മോളെ നീ ഇപ്പൊ ഇന്നലെ കാല് പിടിച്ച് വലിച്ചെടുക്കണ. അവൻ എങ്ങോട്ട് പോയിന്നാ പറഞ്ഞേ? ആരാണ് ഫോൺ വന്നിട്ട് പോയത്? എന്തോ മീറ്റിംഗ് ഉണ്ടെന്നോ? അതിപ്പോ മാമൻ ചത്തുന്ന് അറിഞ്ഞാലും പോവും. പാർട്ടിയാണല്ലോ വലുത്. എന്റെ പൊന്നെ, ഇപ്പൊ വരൂ ഒളിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് പറഞ്ഞു. അവൻ വന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. വേദനയ്ക്കൊരു കുറവ് കിട്ടിയാൻ. എന്താ അവൻ വന്നു കഴിഞ്ഞാൽ വേദനയ്ക്ക് എന്താ? അവൻ ആരാണ്? ഞരമ്പിന്റെ ഡോക്ടറാ. അതല്ലടാ, കള്ളു കുടിക്കാന്നായി പറയണേ. എടി, എല്ല് പൊട്ടിയാലാണ് ഈ കള്ളും പോകൊന്നും പാടില്ലായുള്ളൂ. ഇതിപ്പോ ഞരമ്പൊന്ന് പറഞ്ഞിട്ടുള്ളൂ. വേദന മാറണമെങ്കിൽ അതാവുമ്പോ ഒരു ഈ പ്രായത്തിലേ വീണതാ മോനെ. നീ നേരമല്ലേ അമ്മാവാ? എവിടുന്ന് മാറണു? വയസ്സായില്ലേ? നീ കരിനാവളത്തൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾ ഈ എപ്പ നോക്കിയാൽ ഈ വയസ്സായി പറയണു. നീ പഞ്ച പിടിക്കണ്ടോ? നീ ഞാൻ കയ്യും കൂടി പിടിച്ചിടണം. അതെ, അമ്മയുടെ കണ്ണുമെട്ടത്ത് ചെല്ലാതിരുന്നോ? നല്ലത് കിട്ടും അവന്. ഇതിപ്പോ എല്ലാരും കൂടി ഇങ്ങോട്ട് കെട്ടിക്കുത്തി വരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എന്തിനാണ് മേടിച്ചു പറഞ്ഞ്? ഞാനെന്താ തളർന്നു കിടക്കുക അവിടെ? എന്തായാലും വന്നു നന്നായി. എന്തോ നമ്മുടെ കുട്ടി പോയിട്ട് ഇത്തിരി കഞ്ഞി വെച്ചാടി. ചെല്ലേ
കറിയെല്ലാം ഇരിപ്പുണ്ടോ? അതെ കറിയൊന്നും വെച്ച് ബുദ്ധിമുട്ടണ്ട, അവിടെ കടുമാങ്ങാച്ചാറുണ്ട്. കടുമാങ്ങാച്ചാറൊന്നും പോരാ. അതെ കറിയൊക്കെ പച്ചക്കറി വെക്കണം, ഉണ്ടോ? കറിയൊക്കെ വെച്ച് നന്നായിട്ട് വെച്ചോ. എന്തിനാടാ വെറുതെ? അമ്മാവിന് വേണ്ട കണ്ട, അമ്മ കഴിക്കണ്ട, ഞങ്ങൾക്ക് കഴിക്കണ്ടേ. അമ്മാവ അരി എവിടെ ഇരിക്കണേ? അരി ആ ഇതിലുണ്ട്, ആ ഭരണിയില്ലേ, ആ ആ മുക്കിലൊരു ഭരണി ഇരിക്കുന്നില്ലേ, ആ, ആ. ആ അതിലുണ്ട്. ഈ കുത്തരിയാണോ? ആ വേഗം ഏതെങ്കിലും അരി എടുത്ത് വെക്ക്. ഓ നീ ഉത്തരിയാണോ മറ്റേ അരിയാണോ? ഒന്ന് പുറത്തു പോയിട്ട് വാ. എന്തിനാ എന്നെ ഇപ്പൊ തന്നെ പറഞ്ഞു വിടുന്നു? അതല്ലടാ, പോയിട്ട് ആ ക്ലീറ്റസിനെ കണ്ടിട്ടേ ചെറുത് മേടിച്ചിട്ടോ. ഞാൻ നിർത്തിയല്ലോ. എന്ന് ഞാൻ എന്നോ നിർത്തി. ഇന്ന് ഒഴിവുള്ള ദിവസമല്ലടാ, അതുകൊണ്ട് അല്ലേ ഒരെണ്ണം മേടിച്ചു വീടും. ഒക്കെ പരിപാടി ഇല്ലല്ലോ ഇപ്പോ. അമ്മാവന്റെ കൂടെ കൂടുകാരനാണ് ഞാൻ കേടുന്നത് അമ്മ പറയുന്നു. പിന്നെ സത്യം അല്ല അല്ലേ? അതിനും 1500 രൂപ ഞാൻ തന്നെ ചിലവാക്കണ്ടേ? എന്തിന്? ഞാൻ തരാം പൈസ. ആ മാവോ എന്റെ പണിക്ക് വിടാം. വാ വാ. ഓഹോ, ഇത് വീടാണോ അതോ വൈദ്യശാലയാണോ? തൈലേ, അത് നല്ല മണമുള്ള തൈല. അത് കണ്ട ഇത് എവിടെ കാലിനെന്താ പൊട്ടലെന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിട്ടൊന്നുമില്ലടാ. അതണ്ട ഇങ്ങനെ ഇറങ്ങുമ്പോ കാല് തെറ്റിട്ടാണ് ഇവിടെ ഒന്ന് ഒരു ചെറിയ നീരുണ്ടല്ലോ അവിടെ. ഞരമ്പൊന്ന് പണഞ്ഞേക്ക് കണ്ട. ആ. ഒരു 3 ദിവസം തൈലിട്ടിട്ടേ എന്നിങ്ങനെ ഇരുന്ന്. ആ വന്നോ? ആ വന്നു 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 താൻ തോന്നി. ആ ഇതെവിടെ പോയതായിരുന്നു? ഓ, അല്ല അവനപ്പ എന്റെ കാല് പോയാ എന്താ, പാർട്ടിയുടെ മീറ്റിംഗ് ആയി അങ്ങോട്ട് പോയാ മതി. ഒരു വലിയൊരു നേതാവ് വന്ന് എന്നെ കാണാനായിട്ട് പാലായിന്ന്. മണി പാലായിരുന്നു? അതിനും വലിയ നേതാവാ. അതാരാ? അപ്പച്ചനാ? ആ അതെ. എന്നിട്ട് എന്താ ഇങ്ങോട്ട് കൂട്ടിട്ട് വരാഞ്ഞേ? എന്തിന്? അപ്പച്ചനല്ലേ കാണാൻ വന്നിട്ട് പിന്നെ ഒന്നാമത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം, പിന്നെ ഇനി ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാം. നന്നായി. എന്താ ക്ലീറ്റ മുഖം വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല. ഇതിപ്പോ പിന്നെ ഡോക്ടറെ വല്ലതും കാണിക്കാമാ. അമ്മാവന് കുഴപ്പമില്ല. ഇത് പറ. ഏത് അച്ഛ വന്നിട്ട് എന്താ പറഞ്ഞത്? കരക ഇങ്ങോട്ട് വന്നേടാ. എന്ത്? എന്താ കാര്യം പറ. അപ്പച്ചൻ എന്തിനാ വന്നേ? അളി കാപ്പി പിടിച്ചിട്ടിരിക്കണ കഴിക്കട്ടെ മര്യാദ. കാപ്പി കുടിച്ചാ വെള്ളം കുടിക്കാതെ. ഏതമ്മാവ ഇത് പറയും? നമ്മൾ ഇത് അന്വേഷിക്കാൻ വന്നപ്പോ ഇതിനെ ഇത് കുഴപ്പമില്ലേ പറഞ്ഞില്ലേ? അതും കുഴപ്പമൊന്നുമില്ല. അത് വന്ന് കണ്ടു പോയി, അത്രേ ഉള്ളൂ. എന്താ പറഞ്ഞത്? എടാ പാലായിന്ന് അപ്പച്ചൻ കാണാൻ വേണ്ടി വന്നിട്ട് എന്തോ കാര്യമുണ്ട് പറയുന്നില്ല. ഒരപ്പനെ മോനെ കാണാൻ വന്നൂടെ? അത് ഇത്ര ആഘോഷമാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് നിങ്ങളുടെ മുഖം എന്തിനാ വിളിച്ചിരിക്കണേ? എന്റെ മുഖം വളിച്ച മുഖമാണല്ലോ. നീ പറ എന്താ പറഞ്ഞു? തക്കളെ അങ്ങനെ തോന്നണടി, ഡാഡിയുടെ മുഖം വളിച്ചതായിട്ട് തോന്നണ്ട. നീ കാലിന്മേലെ കൈ വെക്കല്ലേ? ആകെ തൈലായി. അടിയാ, ഇത് അടുത്ത കാലോട് പിടിച്ചിട്ടേ പോവുള്ള. എന്താ എടി ഒന്നുമില്ല, അപ്പച്ചനെ രണ്ടാളും ഇപ്പൊ പെരുവഴിയില്ല, അപ്പച്ചനും അമ്മച്ചി. അപ്പൊ വീടോ? കിട്ടിയെന്നൊക്കെ എന്റെ പുന്നാര അളി അടിച്ചിറങ്ങി പോലീസുകാരെ. അപ്പൊ ക്ലാര ഉണ്ടായില്ലേ ഇവിടെ? ഓ, അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അവള് പറയുന്ന പോലെയല്ലേ അവിടെ കാര്യങ്ങളൊക്കെ നടക്കണേ. അല്ല എന്താ കാര്യം ഉണ്ടായ? ശരിക്കും പറയാ. കാര്യമൊന്നുമില്ല. ഇപ്പൊ രണ്ടാളും കൂടെ അമ്മച്ചിയുടെ ആ ഒരു പഴയ വീടുണ്ടല്ലോ, ചെറിയ വീട്, കറണ്ടൊന്നും ഇല്ലാത്ത, അവിടെ ഇപ്പൊ രണ്ടാളും കൂടെ കിടക്കണേ. 4 മാസമായി. ഇതിപ്പോ എന്താ പറയുന്നത് പുള്ളി? അളിയന് ഇപ്പൊ ആ വീട് സ്ഥലം ഉണ്ടല്ലോ, ആ തറവാട് വീടും അതും കൂടെ വിറ്റ് അവന് കാശ് വേണമെന്ന്. അതെന്ത് പണിയായി പറയണത്? മുമ്പുള്ള സ്ഥലം മുഴുവൻ അവൾക്കല്ലേ കൊടുത്ത്, ആ പിന്നെ ഇതും കൂടി വേണമെന്ന് പറഞ്ഞാ തളരും കാര്യം നോക്കണ്ടേ? കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു. നിന്റെ അപ്പച്ചൻ എന്താ പറഞ്ഞേ? ഏതാ അപ്പച്ചൻ എന്താ പറഞ്ഞത്? അപ്പച്ചന്റെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞാ ഈ മോൻ ആ വീട്ടിൽ പോയി താമസിക്കണമെന്ന്. അവന് കൊടുക്കൂലെന്ന്. എനിക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് നീ അവിടെ പോയി താമസിക്കണം, നീ അത് അങ്ങനെ കൊടുക്കാൻ സമ്മതിക്കരുത്. ഇത് ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, ഇത് എന്നോ പറയേണ്ടതാണ്. എന്തിന്? ഇപ്പോഴാണ് മകന്റെ വില മനസ്സിലായിട്ടുണ്ടാവുള്ളേ. എല്ലാം മകളായിരുന്നല്ലോ, കോരി കൊടുക്കായിരുന്നു. നന്നായി. അത് എന്റെ ഭാഗ്യാണത്. ഭയങ്കര ഭാഗ്യ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പച്ചോ ഞാൻ അങ്ങോട്ടേക്കില്ല, അപ്പച്ചൻ വിൽക്കുക കൊടുക്കുക എന്ത് വേണം വെച്ചാൽ ചെയ്തോ. നേരത്തെ കൊടുത്തൊക്കെ വിറ്റ് തളച്ചല്ലോ, പിന്നെ ഇതോടെ വിൽക്കട്ടെ. ഇതായിട്ട് എന്തിനത് നിനക്ക് അവകാശപ്പെട്ടത്? അവര് വിൽക്കണതിനാ? എനിക്ക് അവകാശപ്പെട്ടതാ. എന്ത് അവകാശം? മോനെ അങ്ങനെ മോനെന്ന് വല്ല ബന്ധം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര നാൾ ഇവിടെ കിടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് ഞാനെല്ലാം അറുത്ത് മുറിച്ചിട്ട് തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പോന്നേക്കാം. ഇപ്പൊ നിന്റെ അപ്പച്ചൻ എന്താ നിന്നോട് പറഞ്ഞത്? പിന്നെ അവിടെ ഒന്നും താമസിക്കാൻ പറഞ്ഞല്ലേ? നിനക്ക് അങ്ങനെ ചെയ്തെന്തോ കുഴപ്പം? എന്തിനാളിയാ? നിനക്കും കൂടി അവകാശപ്പെട്ട സ്ഥലല്ലേ അത്? ഓ, ക്ലീറ്റോക്ക് ഇപ്പൊ ഉള്ള സമ്പാദ്യം മതി. ഇത് രണ്ടും ഇത്രയും മതി ക്ലീറ്റോ, സന്തോഷം. ഇവരെ എന്തൊരു പോങ്ങനാണ്. ഒറ്റമായിട്ട് തന്നിട്ടില്ല. എനിക്ക് ഇവര് രണ്ടുപേരും സമ്പാദ്യം മതി പറഞ്ഞ അവരെ നോക്കി പോറ്റാൻ എന്റെ കയ്യിൽ എന്ത് വെറുതെ കൊണ്ടൊന്ന് പറയാം. ഇത് പറ്റിയ സന്ദർഭമാണ് എന്റെ ക്ലീറ്റോ, നീ പറയണത് കേട്ടോ. അളിയോ, ഒരു മനുഷ്യന് ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. പക്ഷെ നിനക്കതില്ലല്ലോ.
അതില്ലാത്ത അതെ, ഒരുമാതിരി ചോര പിന്നെ നിനക്ക് നടത്താൻ എന്തോ ആയിക്കോട്ടെ. എടാ ഇതൊരു പറ്റിയ അവസരമാണ്. വേണ്ട അത് കളഞ്ഞു വിളിക്കാൻ എന്റെ നിൽക്കുന്നത്. പൊന്നളിയാൻ അതിന് വേണ്ടിയിട്ട് എന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത ആ കാര്യങ്ങളിലേക്ക് കടക്കണ്ട. ക്ലീറ്റ് വയ്ക്കാതെ താല്പര്യമില്ല. എടാ നിനക്ക് താല്പര്യം വേണ്ടാന്ന്, നീ ആ കൊച്ചിന്റെ കാര്യം ആലോചിക്ക്. എന്റെ കൊച്ചിന് എന്തിനാണ് ഇപ്പൊ അത്? ഇത്രയും നാളെ എന്റെ കൊച്ചിനെ അവർ വേണമെന്ന് അവർ നോക്കിയില്ല, അന്വേഷിച്ചില്ല. പിന്നെ ഇനിയിപ്പോ എന്തിനാണ് എന്റെ കൊച്ച്? എല്ലാ കൊച്ചിനും ഉള്ളതൊക്കെ മതി. അത് അവള് അതുകൊണ്ട് സന്തോഷത്തോടെ കഴിഞ്ഞു. അവിടെ ആ തറവാട്ടിൽ നിന്ന് ഈ കൊച്ചിനും കൂടെ അവകാശപ്പെട്ടതല്ലേ, അത് വാങ്ങിച്ചിട്ട് ഈ കൊച്ചിന്റെ പേരിൽ ഇട്ടാ നിനക്കെന്താ നഷ്ടം? അയ്യോ എനിക്ക് വേണ്ടളിയാ, എനിക്ക് എന്തോ അത് അങ്ങോട്ട് ദഹിക്കും തോന്നല്ല, അത് വേണ്ട. എന്താ അവന്റെ തല? അത് ആ പെണ്ണിന്റെ കഷ്ടകാലന്നേ, അത് നമ്മുടെ വീട്ടിൽ അങ്ങനെ ജീവിച്ചു പോക്കോളും. ഇത് അതിന്റെ മൂടും താങ്ങിയിട്ട് ഇങ്ങനെ നടന്നോളൂ. ആരോട് പറയുന്നു? Alien versus Alien.